പാർട്ട്ണർഷിപ്പ് തുടങ്ങണമെങ്കിൽ അവിടെ കമ്പൽസറി ആയിട്ടുള്ള സാധനമാണ് ഇത് അഗ്രിമെന്റ്. ഒരു അഗ്രിമെന്റ് നിർബന്ധം. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ റിട്ടേൺ ഓർ ഓറൽ അഗ്രിമെന്റ് മതി. ഏത് ഒന്നെങ്കിൽ റിട്ടേൺ ആവാം, അതല്ലെങ്കിൽ എന്താവാം, ഓറൽ അഗ്രിമെന്റ് മതി. ഓക്കെ, റിട്ടേൺ ഓർ ഓറൽ അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തുടങ്ങാൻ പറ്റും? ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒന്നെങ്കിൽ അത് റിട്ടേൺ ആവാം ഓർ ഇറ്റ് ക്യാൻ ബി ഓർ ഇത് രണ്ടാണെങ്കിലും നമുക്ക് ബിസിനസ് തുടങ്ങാം. പക്ഷേ ഓറൽ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് വാക്കാല് പറഞ്ഞു തീർക്കുന്നതാണ് ഓറൽ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ജസ്റ്റ് സംസാരിച്ചുകൊണ്ട് നമ്മൾ തീരുമാനമാക്കുന്നതാണ് ഓറലിന്. ഓറലിന് ഇന്ത്യൻ ലോന്റെ മുന്നിൽ വാലിഡിറ്റി ഇല്ല. സോ അവിടെ ഒരു ഡോക്യുമെന്റഡ് ആയിട്ട് റിട്ടേൺ ആയിട്ടുള്ളത് ഉണ്ടെങ്കിലേ ഇന്ത്യൻ കോർട്ടിന്റെ മുന്നിൽ പോയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റൂ, ലീഗലി അത് അക്സെപ്റ്റ് ചെയ്യൂ. ഞങ്ങൾ അന്ന് പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടായിരുന്നു സാറേ. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞതായിരുന്നു. അത് അയാളിപ്പോ മാറ്റി പറയാണ്. നോ, നിങ്ങൾ എവിടെ പോയി ചായ കുടിച്ചാലും കുഴപ്പമില്ല, ആ സമയത്ത് നിങ്ങൾ അഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിട്ടൺ ആൻഡ് സൈൻഡ്. ഓക്കെ, അങ്ങനെ എഴുതി വെച്ച സാധനം ഒപ്പിട്ടിട്ട് കൊടുക്കുന്നതാണ് ഇത് അഗ്രിമെന്റ്. ലോന്റെ മുന്നിൽ വാലിഡിറ്റി ഉള്ളൂ. ഈ സാധനത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഈ സാധനത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ആ സ്ഥാപനത്തിന്റെ പേര്, അഡ്രസ്സും ഡീറ്റെയിൽസും വേണം. പാർട്ട്നേഴ്സിന്റെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും വേണം. ആൻഡ് ഇറലവന്റ് ടു പാർട്ട്ണർഷിപ്പുള്ള എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് വേണം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ലോ ഷെയറിംഗ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എഴുതിയേക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കുന്നുണ്ടെങ്കിൽ എത്ര, റെമ്യൂണറേഷൻ നമ്മൾ സാലറി എടുക്കുന്നുണ്ടെങ്കിൽ എത്ര എടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, നമ്മൾ എന്ത് ടൈപ്പ് ബിസിനസ് ആണ്, അയാൾക്ക് എന്ത് വർക്കാണ്, എനിക്ക് എന്ത് വർക്കാണ്, എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഞാൻ ഓൾറെഡി കാര്യം പറഞ്ഞു. ഈ സാധനം കമ്പൽസറി ആണോ? അല്ല, ഓറൽ ആവാം, റിട്ടേൺ ആവാം. അപ്പൊ നമ്മൾ എഴുതി വെക്കുമ്പോൾ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വിട്ടുപോയി, ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിട്ടുപോയി, നമ്മൾ എഴുതാൻ മറന്നുപോയി. അഗ്രിമെന്റ് ഉണ്ടാക്കിയപ്പോൾ എല്ലാം എഴുതി വെച്ചു, പക്ഷെ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സാറേ വിട്ടുപോയി, ഇനി എന്താ നമ്മൾ ചെയ്യാൻ പറ്റുക? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പാർട്ട്ണർഷിപ്പ് ആക്ട് വിൽ ബി കംസ് ടു ദ അവിടെ എന്ത് വേറെ വരും? പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് പിന്നെ അവിടെ റൺ ചെയ്യുക. എന്താണോ പാർട്ട്ണർഷിപ്പ് ആക്ട് പറഞ്ഞിട്ടുള്ളത് അതായിരിക്കും അവിടെ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിട്ടൺ അഗ്രിമെന്റ് ആണ്. എന്ത്? പാർട്ട്ണർഷിപ്പ് ഡീഡ്. അഗ്രിമെന്റ് റിട്ടേൺ ആവാം, ഓറൽ ആവാം, ഒരു കുഴപ്പമില്ല. പക്ഷെ റിട്ടേൺ അഗ്രിമെന്റ് മാത്രം വാലിഡിറ്റി കിട്ടൂ. റിട്ടേൺ അഗ്രിമെന്റിന് വിളിക്കുന്ന പേരാണ് എന്ത്? പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിന് ഇൻ കേസ് നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ ഏതൊക്കെ അപ്ലിക്കബിലിറ്റി വരിക? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ് അവിടെ അപ്ലിക്കബിലിറ്റി വരിക. ഇതിൽ പാർട്ട്ണർഷിപ്പിന്റെ ആക്ടിൽ ഏതാണ് റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്, നമുക്കത് നോക്കാം. ഇൻ കേസ് നമ്മൾ വിട്ടുപോയാൽ, പോയിന്റ് എഴുതാൻ വിട്ടുപോയാൽ എന്ത് സംഭവിക്കും? ഒന്നാമത്തതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പ്രോപ്പറായിട്ട് എഴുതി വെച്ചിരിക്കണം. എന്ത്? പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പ്രോപ്പറായിട്ട് എഴുതി വെക്കേണ്ട സാധനമാണ് ഏത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സപ്പോസ് എ എന്നുള്ള ഒരാളും ബി എന്നുള്ള ഒരാളും കൂടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എ ബി ലിമിറ്റഡ്, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഒരു എ ബി സി പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഒരു എ ബി സി പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങി. ആ ഫേം തുടങ്ങി അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എ പറഞ്ഞു നമുക്ക് 2:1 റേഷ്യോയിൽ എടുക്കാം. കാരണം എ പറഞ്ഞു ഞാൻ 20,000 ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു? എ ക്യാപിറ്റൽ 20,000 കോൺട്രിബ്യൂട്ട് ചെയ്തു, ബി 10,000 കോൺട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എ ബി അവർ അഗ്രിമെന്റ് ചെയ്ത് വെച്ചു, ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്, നീ കുറവ് എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് 2:1 ചെയ്യാം. എത്ര ചെയ്യാം? 2:1 നമുക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. ആ സ്ഥാപനത്തിന് പ്രോഫിറ്റ്, ഓക്കെ, ആ സ്ഥാപനത്തിന് പ്രോഫിറ്റ് കിട്ടി. എത്ര കിട്ടി? ഒരു 1,000 rupees പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്ക് എത്ര കിട്ടും, ബിക്ക് എത്ര കിട്ടും? അവർ അഗ്രിമെന്റിൽ എഴുതി വെച്ചത് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുക. അഗ്രിമെന്റിൽ എത്രയാണ്? 20 മീൻസ് 2 ആണ്, എക്കും 1 ആണ്. അപ്പൊ ഇവിടെ എത്ര കിട്ടുക?
ഇതിനെ ടോട്ടൽ എത്ര ആയിട്ട് പീസാക്കണം നമ്മൾ? 3 പീസാക്കണം. ഓക്കെ, എത്ര പീസാക്കും നമ്മൾ? 3 പീസാക്കും. ആ 3 പീസിൽ എത്ര പീസ്? 2 പീസ് എക്കും 1 പീസ് ബിക്കും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും, ജസ്റ്റ് ഒരു പാർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എക്ക് കിട്ടുക 1000 ഡിവൈഡഡ് ബൈ 3 പീസാക്കും. അതിൽ എത്ര പീസ് കൊടുക്കും? 2 പാർട്ട്. ഓക്കെ, എത്ര പാർട്ട്? 2 പാർട്ട് എക്ക് കൊടുക്കും. ആൻഡ് ബിക്ക് എത്ര പാർട്ട് കൊടുക്കും? ഇതിനെ 3 പീസിൽ 1 പാർട്ട് ആർക്ക് കൊടുക്കും? ആർക്ക്? ബി കൊടുക്കും. അപ്പൊ എക്ക് എത്ര കിട്ടും? 66.7. ബിക്ക് എത്ര കിട്ടും? 333.33. ഓക്കെ, ഇത് ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഇത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫുൾ നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു സെഷനിൽ നമുക്ക് പറയാം. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇത്ര മനസ്സിലാക്കിയേക്കാം. സപ്പോസ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെന്റ് ആയി പറയാൻ. പാർട്ട്ണർഷിപ്പ് ഡീഡില് മറന്നുപോയി, സാറേ വിട്ടുപോയി, അതിൽ എഴുതിയിട്ടില്ല, ഇനി എന്താ നമ്മൾ ചെയ്യുക? ഒരു പേടിയും പേടിക്കണ്ട, നേരെ നമ്മൾ എങ്ങോട്ടാ പോവാ? പാർട്ട്ണർഷിപ്പ് ഡീഡ് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ആരെ നോക്കുള്ളൂ? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് നമ്മൾ നോക്കുക. ആരെ നമ്മൾ നോക്കുക? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. ആക്ട് എന്താണ് പറഞ്ഞത്? അത് ചെയ്യണം. ആക്ട് സേസ് ഷെയർ ഈക്വലി. എന്താണ് ആക്ട് പറയുന്നത്? ഷെയർ ഈക്വലി, ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാ. അപ്പൊ ഇത് സപ്പോസ് ഇവര് ഓറലി ആണ് ഈ അഗ്രിമെന്റ് എങ്കിൽ, അഗ്രിമെന്റ് എന്തിനാണ്? ഓറലാണ് കീപ്പ് ചെയ്തെങ്കിൽ, സംസാരിച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണെങ്കിൽ അവര് തമ്മിൽ ഫൈറ്റ് ആയി. സപ്പോസ് ഫൈറ്റ് ആയിട്ടില്ലെങ്കിൽ ആ 2:1 പോകാം. സപ്പോസ് ഫൈറ്റ് ആയി കഴിഞ്ഞാൽ ഇനി എന്ത് നമ്മൾ ചെയ്യും? ആക്ട് നോക്കും. ആക്ട് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? പകുതിയും കൊടുക്കണം. അപ്പൊ 1000ന്റെ പകുതി 2നും പിന്നെ 1000ന്റെ പകുതി 3നും കൊടുക്കണം. അപ്പൊ ഇവിടെ ആർക്കാ ലോസ്? എക്ക് ലോസ് ആണ്. അപ്പൊ എ എപ്പോഴും ചിന്തിക്കണത്, ഞാൻ കൂടുതൽ പൈസ കറക്കുമെങ്കിൽ ഒരു ഡീഡ് എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ആ ഡീഡിൽ എഴുതി വെക്കണം, ഒപ്പിട്ട് വാങ്ങണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പൊ ഇവിടെ രണ്ടാളും ഒരേ ക്യാപിറ്റലാണ് സപ്പോസ് എടുത്തതെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. എക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഡീഡ് എഴുതിയില്ലെങ്കിൽ ഞാനും 10 എടുത്തു, അവനും 10 എടുത്തു, ഞങ്ങൾ 50-50 ആയി. ആക്ട് പറഞ്ഞു 50-50. പക്ഷെ സപ്പോസ് എ ചിലപ്പോൾ 20,000 എടുത്തും ബി 10,000 എടുത്തു. അവർ ഓൾറെഡി അഗ്രി ചെയ്തു 2:1. പിന്നീട് അവർ ആകെ അടിയായി, പ്രശ്നമായി. അവർ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്തേ പറയുള്ളൂ? ഡീഡ് ഉണ്ടോ? നോ. ഡീഡ് ഇല്ലെങ്കിൽ ഒരു പേടി പേടിക്കണ്ട, ആക്ടിൽ 50-50 എന്നാ പറഞ്ഞത്. 50-50 എടുക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മിസ്സായി പോയി കഴിഞ്ഞാലുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ 1, 20,000 രൂപ ഞാൻ ബിസിനസ്സിലേക്ക് ഇറക്കുന്നതിന് പകരം ഞാനൊരു ബാങ്കിലാണ് ഇത് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ ഇടുന്നതിന് ഞാൻ എന്താ ലാഭമുള്ളത്? പ്രോഫിറ്റ് മേ ഓർ മേ നോട്ട് ആണ്. അപ്പൊ മാത്രമല്ല ഇവിടെ എ കൂടുതൽ ഇട്ടു, ബി കുറവാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ എക്കൊരു ടെൻഷൻ, ഇനി അവനക്ക് കൂടുതൽ മീൻസ് എൻ്റെ കൂടുതൽ പൈസ വെച്ചിട്ട് അവൻ കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് കൊടുക്കണം. ആബ്സെൻസ് ഓഫ് ഡീഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നോ കൊടുക്കാൻ പാടില്ല. ആബ്സെൻസ് ഓഫ് ഡീഡ് ആണെങ്കിൽ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുന്നതിനുള്ള ഇൻട്രസ്റ്റ്. എന്തിനാ വിഡ്രോ ചെയ്യുന്നതിന് ഇൻട്രസ്റ്റ്? എ ആദ്യം 20,000 ഇറക്കി, ബി 10,000 ഇറക്കി. അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ പറഞ്ഞു, എനിക്കുള്ള കുറച്ച് പൈസ കിട്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 5,000 ഞാൻ തൽക്കാലം വിഡ്രോ ചെയ്യണം, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എത്തിക്കിടും. അങ്ങനെ 5,000 വിഡ്രോ ചെയ്തു. ഇപ്പൊ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 15-ഉം 10 ആയിട്ട് മാറി. വീണ്ടും പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ടൈറ്റുണ്ട്, ഞാൻ വീണ്ടും ഒരു 10,000 വിഡ്രോ ചെയ്യും. വീണ്ടും 5,000 വിഡ്രോ ചെയ്തു. ഇങ്ങനെ പൈസ ഇറക്കിയത് എടുത്തെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇത് ഹോൾഡ് ചെയ്തേക്കാൻ വേണ്ടിയിട്ട് പറയാണ്, നിങ്ങൾ വിഡ്രോ
ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വിഡ്രോ ചെയ്യുന്നതിൻ്റെ സെർട്ടൺ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആയിട്ട് തിരിച്ചെന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ അടക്കണം എന്ന് പറയും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് പാർട്ട്നേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് പൈസ ഇട്ടതിന് ബിസിനസ് പാർട്ട്നേഴ്സിനാണ് കൊടുക്കുന്നത്. ആരാർക്കാ കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ബിസിനസ് പേസ് ടു പാർട്ട്ണർ ആണ്. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർ pays to business. ഓക്കെ, ബിസിനസ് പേസ് ടു പാർട്ട്ണർ ആണ് ഇത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞതാണ് പാർട്ട്ണർ ആർക്ക് കൊടുക്കണം? ബിസിനസ്സിന് കൊടുക്കണം. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്, കാരണം അത് ബിസിനസ് ആർക്ക് കൊടുക്കുന്നതാണ്? പാർട്ട്ണറിന് കൊടുക്കുന്നതാണ്. എന്നാൽ ഡ്രോവിങ്സിന്റെ ഇൻട്രസ്റ്റ് ബിസിനസ്സിന് ഇൻകം ആണ്. ബിസിനസ്സിന് എന്താണ്? ഇൻകം ആണ്. കാരണം പാർട്ട്ണർ എടുത്തുനിന്ന് ആരെടുക്കുന്നതാണ്? ബിസിനസ് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ സപ്പോസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ പാർട്ട്നേഴ്സിന് കൊടുക്കണം. പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ കൊടുക്കണ്ട. ഓക്കെ, അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പാർട്ട്ണർ ആർക്ക് കൊടുക്കണ്ട? ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ആണ് ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് ഓർ ലോൺ. ഇപ്പോൾ എയും ബിയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. 20,000 ആണ് എ ഇറക്കിയത്, ബി ഇറക്കിയത് 10,000 ആണ്. പക്ഷേ എ ബിസിനസ്സിന് വീണ്ടും വളരാൻ വീണ്ടും ഫണ്ടിന് ആവശ്യം വന്നു. അങ്ങനെ ഫണ്ടിന് ആവശ്യം വന്നപ്പോൾ അവർ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ ഇവർ തീരുമാനിച്ചു, വേണ്ട, എ പറഞ്ഞു ഞാൻ ബിസിനസ്സിലേക്ക് ലോൺ തരാം. ആര് തരാം? ഞാൻ ബിസിനസ്സിലേക്ക് എന്ത് തരാം? ലോൺ തരാം. ഓക്കെ, അപ്പോൾ ആ ലോൺ തന്നെ എനിക്ക് എന്ത് വേണം? ഇൻട്രസ്റ്റ് വേണം. എത്ര ഇൻട്രസ്റ്റ് വേണ്ടത്? ഓറലി അല്ല പറയേണ്ടത്, റിട്ടേൺ അഗ്രിമെന്റിൽ വേണം. റിട്ടേൺ അഗ്രിമെന്റിൽ അവർ എത്രയാണോ പാർട്ട്ണർഷിപ്പ് ഡീൽ പറഞ്ഞത് ആ ഇൻട്രസ്റ്റ് ആയിരിക്കണം അയാൾക്ക് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ എഴുതാൻ വിട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കും. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എത്ര പെർസെൻറ്റേജ് കൊടുക്കാനാണ് പറഞ്ഞത്? 6%. എത്ര പെർസെൻറ്റേജ് ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൊടുക്കാൻ പറഞ്ഞത്? 6% ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റെമ്യൂണറേഷൻ. ഒരു ജോലി ചെയ്യുന്നതിന് ശമ്പളം കൊടുക്കണോ കൊടുക്കണ്ടയോ? പാർട്ട്ണർഷിപ്പ് ഡീഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഫൈൻ ചെയ്തത് കൊടുക്കാം. പറഞ്ഞിട്ടില്ലെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞു. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നമ്മൾ അത് എന്ത് ചെയ്യേണ്ട? കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മേജറായിട്ട് വരുന്ന നമ്മളുടെ പോയിന്റ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ.